സോഷ്യലിസ്റ്റ് ഭരണത്തിലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലും ഉണ്ടാകുന്ന ഏകാധിപത്യ പ്രവണതയുണ്ട്. ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തും ഇപ്പോഴത്തെ നിക്കോളാസ് മരഡോയുടെ കാലത്തും അത് കാണാം. ചൈനയിൽ ഷീ ജിൻപിങ്ങും റഷ്യയിൽ വ്ളാദിമിർ പുടിനുമൊക്കെ അങ്ങനെ ഏകാധിപത്യങ്ങളായി വാഴുന്നവരാണ്. അത്തരം ഏകാധിപത്യ പ്രവണതകളുള്ള സമഗ്രാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് മരിയ നയിച്ചത്. അതും പൂർണ്ണമായും ജനാധിപത്യത്തിന്റെ വഴിയിൽ. വിനാശകരമായ ഒരു സമരവും മരിയ നടത്തിയിട്ടുമില്ല. 20 വർഷം വലിയ വെല്ലുവിളി നേരിട്ടു തന്നെയാണ് പ്രതിപക്ഷത്തെ അവിടെ ജയിപ്പിച്ചെടുത്തതും. പേരിന് പോലും പ്രതിപക്ഷം ഇല്ലാതിരുന്ന രാജ്യത്ത് വലിയ മാറ്റമാണ് മരിയ കൊണ്ടുവന്നത്. ആ വശം നല്ലതാണെന്ന് പറയുമ്പോഴും മരിയ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശത്തിൽ എപ്പോഴും എതിരഭിപ്രായവുമുണ്ട്. ഇത്ര വലിയ ജനാധിപത്യവാദിയാണെങ്കിൽ എങ്ങനെ ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ കഴിയും? എങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ ആരാധിക്കും? മരിയയുടെ രാഷ്ട്രീയവും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പാശ്ചാത്യ ലോകത്തിന് ഹീറോയിൻ ആയതുകൊണ്ട് മാത്രം ലഭിച്ചതാണ് ഈ നൊബേൽ എന്ന് പറയാം. എന്നാൽ സാഹചര്യങ്ങൾ സമാനമാണ് എന്ന് തോന്നുമെങ്കിലും സാഹിത്യ നൊബേൽ നേടിയ ലാസ്ലോ ക്രാസ്നഹോർക്കൈ വേറിട്ടൊരു സ്വാതന്ത്ര്യമാണ് കാക്ഷിക്കുന്നത്. സോഷ്യലിസ്റ്റ് സമഗ്രാധിപത്യത്തിൽ നിന്ന് മുതലാളിത്ത സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്നതല്ല ആ രാഷ്ട്രീയം. ലാസ്ലോ ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയാനും കഴിയില്ല. പക്ഷേ ആ എഴുത്തുകൾ ലോകത്തെവിടെയുമുള്ള സ്വാതന്ത്ര്യവാദികൾക്ക് പകർന്നു നൽകുന്നത് വലിയൊരു വെളിച്ചവുമാണ്.